സ്ത്രീയുടെ മൊഴി അനുസരിച്ചാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സമയം കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയം ഈ സ്ത്രീയുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഉടമ തന്നെക്കെതിരെയാണ് ഈ പരാതി വന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ നെജസിറ്റി പെട്ടെന്ന് അറിയാനുള്ള ഒരു വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ആ സ്ത്രീയുടെ കറക്റ്റ് മൊഴിയെടുത്തു. അതിൽ FIR അതനുസരിച്ച് തന്നെ രജിസ്റ്റർ ചെയ്തു. പിന്നെ ഈ പ്രതി അബ്സ്കൗണ്ടിങ് ആയിരുന്നു. അപ്പം നമ്മൾ അതിനെ ഈ പ്രതിയെ പിടിക്കാനുള്ള എഫേർട്ടിലായിരുന്നു. അത് സഫലമാവുകയും ചെയ്തു. ഇന്നലെ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തു ഈ കേസിൽ. ഇയാൾ എങ്ങനെയാണെന്നുള്ളത് അതങ്ങനെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് എല്ലാ സോഴ്സിൽ കൂടിയും ഇയാളുടെ കാറ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പോയത്. അപ്പം നമ്മളെ അത് ട്രെയിനിൽ പോയി എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാകാം. ബസ്സിനകത്ത് പിന്നെ ബസ്സിൽ പോയി എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ നമ്മൾ ബസ്സിലെ ടിക്കറ്റും മറ്റു കാര്യങ്ങളും വെരിഫൈ ചെയ്തു. ഇയാളെ പോയ ബസ് ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഓൺ ദ വേയിൽ ഞങ്ങൾ ആ കണ്ടക്ടറെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യിപ്പിച്ചിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യായിരുന്നു. ഇയാൾ എറണാകുളത്തേക്ക് പോകുമായിരുന്നു. എറണാകുളത്തേക്കുള്ള ബസ്സാണ്. അത് എന്തിന്റെ ഭാഗമാണെന്നുള്ളത് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഒരു ഒളിവിലായിരുന്നു. ഇല്ല, ഞാൻ ഈ സ്ത്രീയുടെ ബന്ധുവായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് അദ്ദേഹത്തെ ഇല്ല, അങ്ങനെയില്ല. കുട്ടിയുടെ മൊഴി സ്ത്രീയുടെ മൊഴി അനുസരിച്ചാണ് നമ്മൾ FIR ഇട്ടത്. ആ എഫേർട്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അറസ്റ്റ്. ഇനി മറ്റു 2 പ്രതികളെയും കൂടി നമുക്ക് കിട്ടാനുണ്ട്. അത് ഉടനെ അറസ്റ്റ് ചെയ്യും. FIR ചേർത്തെന്നല്ല, ആ പരാതിക്കാരുടെ മൊഴി അതിനനുസരിച്ചാണ്. ബാൽക്കണിയിൽ നിന്ന് വീണതെന്നല്ല, ചാടിയതാണ്. അതെ, ആ ചാടിയതിന്റെ രീതിയിലും ഇവൾക്കെതിരെ ഉള്ള ആ അലിഗേഷൻ അവൾ പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ FIR അതിന് ആ പറഞ്ഞ മൊഴി എടുക്കുന്നത്. അതായത് 2-ാം തീയതിയാണ് ഈ പരാതിക്കാരിയുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി മറ്റു കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വെരിഫൈ ചെയ്യും. ഞങ്ങൾ CCTV ഒക്കെ അനലൈസ് ചെയ്തതിൽ ഇയാൾ അവിടെ പോയതായിട്ട് മനസ്സിലാവുന്നു. ഒരു ഡിജിറ്റൽ തെളിവ് ഇന്നലെ മാധ്യമങ്ങളിലടക്കം വന്ന് അത് ആ കുട്ടിയുടെ മൊബൈലിൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ കേസിലേക്ക് എവിഡൻസിലേക്ക് എടുക്കും. കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചേർക്കും. അതായത് അഡീഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തും. അതിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിലാണോ അത് വരുന്ന വകുപ്പുകൾ വരുന്ന അതിനനുസരിച്ച് ഞങ്ങൾ ആഡ് ചെയ്യും. അല്ല, നമുക്കൊരു സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ അറസ്റ്റല്ല, അതിന്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് നോക്കേണ്ടതാണ്. അപ്പം അത് നമ്മൾ പ്രോപ്പറായിട്ട് പിന്നീട് വെരിഫൈ ചെയ്തു. അതിനുള്ള എഫേർട്ട് നല്ല രീതിയിൽ പോലീസ് ഈ അറസ്റ്റ് ചെയ്യാനുള്ള എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ പ്രതിയെ രക്ഷിക്കാൻ പോലീസിൽ നിന്ന് തന്നെ ആക്ഷേപങ്ങള് അങ്ങനെ കാര്യങ്ങൾ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല. നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാനിത് ആദ്യം മുതലേ ഈ കേസ് രജിസ്റ്റർ ചെയ്തോട്ടെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഫേർട്സുകൾ ഞാൻ മനസ്സിലാക്കിയതാണ്. ഈ പ്രതി അറസ്റ്റിലേക്ക് പോയതിൻ്റെ എഫേർട്സ് നമ്മൾ എടുത്തതാണ്. ഇനി ഫർദർ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളും പറയാനുണ്ടെങ്കിൽ ഞാനത് ആയ ഫാമിലിയായിട്ട് സംസാരിച്ച് എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. 3 പേരും പോകുന്നതായിട്ടുള്ള നമുക്ക് പിന്നെ ഡിജിറ്റൽ എവിഡൻസ് കാണുന്നുണ്ട്. ആ 11 മണി ആ സമയത്താണ് അവിടെ ഒരു സ്ത്രീമാറ്റം ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. മറ്റു കൂടെയുള്ള 2 പേർ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ആ സാഹചര്യം നമ്മൾക്കറിയാം. അവിടെ അദ്ദേഹം പോകേണ്ട യാതൊരു ആവശ്യമില്ല. മറ്റൊന്ന് ഈ ചോദ്യം ചെയ്യലുമായി പ്രതി തീരെ സഹകരിക്കുന്നില്ല. ആയിട്ടില്ല. ഞാൻ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കൃത്യമായി നടപടിയെടുക്കും. ഓക്കെ, താങ്ക് യു സർ.